ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടികയിൽ പത്തനംതിട്ട ജില്ലയിൽ ആകെയുള്ളത് 10,51,043 വോട്ടർമാർ. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജനത്തിന് ശേഷം പുതിയ വാർഡുകളിലെ പോളിംഗ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലാണ് പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. 5,66,190 സ്ത്രീകളും 4,84,850 പുരുഷന്മാരും 3 ട്രാൻസ്ജെൻഡേഴ്സുമാണ് പട്ടികയിൽ ഉള്ളത്. ഓണപൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 8:30 അടയ്ക്കും. ഉത്രാടം, തിരുവോണം, അവിട്ടം ദിനങ്ങളിലായി വിഭവസമൃദ്ധമായ ഓണസദ്യയും സന്നിധാനത്ത് നടന്നു. മേൽശാന്തിയുടെ വകയായി ഉത്രാട സദ്യയും, ദേവസ്വം ഉദ്യോഗസ്ഥരുടെ വകയായി തിരുവോണ സദ്യയും, പോലീസ് ഉദ്യോഗസ്ഥരുടെ വകയായി അവിട്ടം സദ്യയും നടന്നു. ഓണദിനങ്ങളിൽ തിരക്കില്ലാതെ സുഗമമായ ദർശനമാണ് ഇത്തവണ സന്നിധാനത്ത് തീർത്ഥാടകർക്ക് ലഭിച്ചത്. ഇതര സംസ്ഥാന തീർത്ഥാടകരാണ് കൂടുതലായും ദർശനത്തിനായി എത്തിയത്. ഈ മാസം 9 നടക്കുന്ന ആറന്മുള ഉത്രട്ടാതി ജലമേള ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് കുറ്റമറ്റ രീതിയിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പള്ളിയോട സേവാ സംഘം അറിയിച്ചു. കൂലിത്തൊഴിച്ചിലുകാരെ മത്സരവള്ളംകളിയിൽ പങ്കെടുപ്പിക്കുന്ന പള്ളിയോടങ്ങളെ അയോഗ്യരാക്കും. പരമ്പരാഗത വേഷവിധാനമായ വെള്ളമുണ്ടും തലയിൽ വട്ടക്കെട്ടുമെന്നുള്ള വസ്ത്രധാരണം മാത്രമേ പള്ളിയോടത്തിൽ അനുവദിക്കൂ. എ, ബി എന്നീ ബാച്ചുകളിലായി 52 പള്ളിയോടങ്ങളാണ് ജലഘോഷയാത്രയിലും തുടർന്നുള്ള മത്സര വള്ളംകളിയിലും പങ്കെടുക്കുക. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയോടനുബന്ധിച്ച് ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും അങ്കണവാടി, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 9 പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷയ്ക്കും യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കും അവധി ബാധകമല്ല. ചെങ്ങറ ഭൂസമര പ്രദേശത്തെ 1136 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ചെങ്ങറ ഭൂസമര പ്രദേശത്തെ കുടുംബങ്ങളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ബന്ധപ്പെട്ട മന്ത്രിമാർ ഉദ്യോഗസ്ഥരുമായും പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഫാമിംഗ് കോർപ്പറേഷൻ തുടങ്ങിയവരുമായും ചർച്ച ചെയ്ത ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കണം. പ്രത്യേക ക്യാമ്പ് നടത്തി റേഷൻ കാർഡ് വിതരണം നടത്തിയിട്ടുണ്ട്. ഓണക്കിറ്റും വിതരണം ചെയ്തു. അടുത്ത മാസം മുതൽ ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കാൻ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ആരംഭിക്കും. കൂടാതെ തൊഴിൽ കാർഡ് വിതരണവും ഉടൻ പൂർത്തിയാക്കും. കുട്ടികളുടെ പോഷകാഹാര പ്രശ്നം പരിഹരിക്കാൻ നിലവിലുള്ള അങ്കണവാടികളെ ശക്തിപ്പെടുത്തി പരിഹാരം കണ്ടെത്തണം. ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തി മതിയായ ചികിത്സ ഉറപ്പാക്കുന്നതിന് നിശ്ചിത ഇടവേളകളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കണം. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കണം. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി സോളാർ ലാമ്പ് നൽകാൻ നടപടി സ്വീകരിക്കും. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ മൃഗസംരക്ഷണ മേഖലയിൽ ഡിജിറ്റൽ വിപ്ലവം തീർത്ത് ഈ സമൃദ്ധ. മൃഗങ്ങളുടെ ആരോഗ്യപരിപാലനം, രോഗപ്രതിരോധം, കർഷകരെ ശാക്തീകരിക്കൽ എന്നീ ലക്ഷ്യത്തോടെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുമായി സഹകരിച്ചാണ് ഈ സമൃദ്ധ സംവിധാനം ആരംഭിച്ചത്. ഈ സമൃദ്ധ പദ്ധതിക്ക് സംസ്ഥാനതലത്തിൽ തുടക്കമിട്ട ആദ്യ ജില്ലയാണ് പത്തനംതിട്ട. സംരംഭത്തിന്റെ ഭാഗമായി ജില്ലയിൽ RFID അടിസ്ഥാനത്തിൽ മൃഗങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള സംവിധാനം പൈലറ്റ് പ്രോജക്റ്റായി നടപ്പിലാക്കി. പദ്ധതിയിലൂടെ 50,000 പശു, കിടാരി, പശുക്കിടാക്കൾ എന്നിവയെ ഡിജിറ്റലായി രേഖപ്പെടുത്തി. വകുപ്പിന് കീഴിലുള്ള 61 വെറ്റിനറി സ്ഥാപനങ്ങളിലും ഇത് നടപ്പാക്കിയതിലൂടെ ഓൺലൈൻ OP സംവിധാനം നിലവിൽ വന്നു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.